ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വറുത്തരച്ച കൂണ് കറിയാണ്. ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടോ ചോറിൻ്റെ കൂടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കൂണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാം കൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ച കൂണാണിത്. നിങ്ങൾക്ക് വീട്ടിൽ കൂണ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്ഫുൾ. എനിക്ക് കിട്ടിയില്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഒരു അരമുറി തേങ്ങ, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പച്ചമുളക്, കുറച്ച് പുളി, സാമ്പാറിനൊക്കെ ചേർക്കുന്ന പുളി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് തേങ്ങയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരമുറി തേങ്ങ നന്നായിട്ട് തിരുമിയ തേങ്ങ ഇട്ട് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് കൈ എടുക്കരുത്. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് കരിഞ്ഞു പോകും. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കുക. ഇപ്പോൾ ഞാൻ അടുത്ത് തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ, പൊടി നന്നായിട്ട് ചൂടാവുന്നവരെ ഇളക്കിയിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ അതിനെ അരച്ചൊരു മിക്സിക്കകത്തിട്ട് അരച്ച് മാറ്റി വെച്ചു. വറുത്ത തേങ്ങ അങ്ങോട്ട് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിനകത്തേക്ക് തന്നെ വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന കുഞ്ഞുള്ളി നന്നായിട്ട് വഴറ്റുക. അരിഞ്ഞ് വെച്ചിരുന്ന കുഞ്ഞുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 4-5 മിനിറ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് വഴണ്ട് കിട്ടും. കുഞ്ഞുള്ളി നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് അതിനെ ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂണ്, ഞാനെടുത്ത് ഉപയോഗിച്ച കൂൺ വളരെ ചെറിയ കൂണ്, അതുകൊണ്ട് ഞാൻ 2ആയിട്ട് പിളർന്നിട്ടേ ഉള്ളൂ. വലിയ കൂണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4ആയിട്ട് പിളർന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തീരെ ചെറുതാണെങ്കിൽ മുഴുവനെ ഇട്ടാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് അതിനെ ഒന്ന് 2-3 മിനിറ്റ് നന്നായിട്ട് അതിൻ്റെ പുറം വാടത്തക്ക രീതിയിൽ വഴറ്റിയെടുക്കുക. കൂൺ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള വെള്ളം, നിങ്ങൾക്ക് എന്തോരം ലൂസായിട്ട് ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള വെള്ളവും ചേർത്ത് ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്ന പുളി ശകലം ചൂടുവെള്ളത്തിലിട്ട് പുളിയുടെ ആവശ്യമനുസരിച്ച്, ചിലർക്ക് പുളി നന്നായിട്ട് വേണം, ചിലർക്ക് കുറച്ച് മതി, പുളിയുടെ ആവശ്യമനുസരിച്ച് പുളിയും പിഴിഞ്ഞത് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിനെ ഒന്ന് വേവിക്കുക. കൂൺ വെന്ത് കഴിയുമ്പം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങായും മുളക് പൊടിയും എല്ലാം കൂടി ചൂടാക്കി അരച്ച് വെച്ചിരുന്നത് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് അതിനെ ഒന്ന് കുക്ക് ചെയ്യാൻ അനുവദിക്കുക. കുക്ക് ചെയ്യാൻ അനുവദിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് നമുക്കറിയാം എണ്ണ തെളിഞ്ഞ് വരും. നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ ഒന്ന് ഇളക്കി കുക്ക് ചെയ്യുക.
നല്ല കളറും വരും, കളറൊക്കെ മാറി നല്ല ഒരു ഇച്ചിരി ഡാർക്കായിട്ട് വരും. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കറിയാം, എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം പാകമായി എന്ന്. അപ്പോൾ നമുക്കതിനകത്ത് ശകലം കടുകൂടെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂണ് കറി റെഡിയായി. നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.